കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര ശക്തമാകുന്നു. വിസിയുടെ വിലക്ക് ലംഘിച്ച രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. ഇതിനിടയിൽ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകി വിസി ഉത്തരവിറക്കി. അതേസമയം ചാൻസലർ ഇടപെടേണ്ട ഗൗരവമായ വിഷയം സർവകലാശാലയിൽ ഇല്ലെന്നാണ് രാജ്ഭവന്റെ നിലപാട്. അതിനിടെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇന്നും യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്ന നിലപാടിലാണ് VC മോഹനൻ കുന്നുമ്മൽ. തുടർന്ന് രജിസ്ട്രാർക്ക് സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശനം വിലക്കി. രജിസ്ട്രാറിന്റെ അവധി അപേക്ഷയും നിരസിച്ചു. ഓഫീസിൽ അനധികൃതമായി പ്രവേശിക്കുന്നത് തടയാൻ സെക്യൂരിറ്റി ഓഫീസുകാർക്ക് നിർദ്ദേശവും നൽകി. പക്ഷേ മോഹനൻ കുന്നുമ്മലിന്റെ വിലക്കുകളെല്ലാം ലംഘിച്ച് KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെ ഓഫീസിൽ പ്രവേശിച്ചു. നിയമപരമായാണ് നീങ്ങുന്നതെന്നായിരുന്നു അനിൽകുമാറിന്റെ പ്രതികരണം. സിൻഡിക്കേറ്റിനെ ഓവർ റൂൾ ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല. കോടതിയെ വെല്ലുവിളിക്കുന്ന നടപടിയുണ്ടായാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞു. മോഹനൻ കുന്നുമ്മേലിന് ഇപ്രകാരം ഒരു നിയമവിരുദ്ധ നടപടിയും സ്വീകരിക്കാൻ അധികാരമില്ല. രജിസ്ട്രാറെ തടയാൻ ആർക്കും കഴിയില്ല. നിയമപരമായി നിയോഗിക്കപ്പെട്ട രജിസ്ട്രാർ നിയമപരമായി തുടരും. ആർക്കും രജിസ്ട്രാറെ തടയാൻ കഴിയില്ല. സർവകലാശാല ആസ്ഥാനം ഇന്നും പ്രതിഷേധത്തിനിരയായി. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സർവകലാശാല ആസ്ഥാനത്തേക്കുണ്ടായത്. ഗവർണറുടെ ഇടപെടലിൽ പ്രതിഷേധിച്ച് SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതോടെ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചു. സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെന്നും സംഘർഷങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്തുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ബ്രെയിൻ ഡ്രെയിൻ നേരിടുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ വിദേശ സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ സർവകലാശാലകളിലെ സംഘർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും സതീശന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതായിരുന്നു സർവകലാശാലയിലുണ്ടായ രംഗങ്ങൾ. ഫീസ് അടയ്ക്കാനായി ഓഫീസിൽ പ്രവേശിക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടി. പ്ലാനിംഗ് ഡയറക്ടറായ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല കഴിഞ്ഞ 7-ാം തീയതി നൽകിയിരുന്നെങ്കിലും ഉത്തരവിറങ്ങിയിരുന്നില്ല. ഈ ഉത്തരവ് സർവകലാശാല ഇന്ന് പുറത്തിറക്കി. കൂടാതെ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന്റെ ചുമതല ഹേമ ആനന്ദിന് നൽകിയും ഉത്തരവിറക്കി. സർവകലാശാലയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ മറുപടി നൽകിയില്ല. സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ ഒരു വശത്ത്, വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ മറുവശത്ത്. ഏതുപക്ഷം ആദ്യം കോടതിയെ സമീപിക്കുമെന്നുള്ളത് ചോദ്യമായി നിലനിൽക്കുകയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.